അങ്ങനത്തെ ഒരു കുറച്ചും കൂടി എന്താ പറയാ ഫണ്ണി കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. എന്നിട്ട് ആളുകൾ ഇങ്ങനെ റെസ്പോൺസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഓക്കെ ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺസെപ്റ്റ് പ്രോഗ്രാമാണ്, ഒരു കോൺസെപ്റ്റ് ലെവലിലുള്ള പ്രോഗ്രാമാണ്. ആക്ച്വലി യാത്രകൾ എല്ലാവരും പോകാറുണ്ട്, പക്ഷെ നമ്മൾ ടോപ്പ് ടൂറിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ടൂർ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി പോകുന്ന യാത്രയാണ്. ബിസിനസ്സുകാരെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരുപാട് രസകരമായ വിഭവങ്ങൾ നമ്മൾ അതിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സാധാരണ ടൂറിലുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റും ഫണ്ണി അല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ടൂറിലുള്ള എല്ലാ എലമെൻറ്റ്സും ഇതിനകത്തുണ്ടാവും. ടൂറിലുള്ള എല്ലാ തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമ്മളുടെ ഒരു വാല്യൂസിനനുസരിച്ചുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ സാധാരണ 6 വർഷം മുമ്പാണ് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത്. നമ്മൾ ടോപ്പ് 10 തുടങ്ങിയ സമയത്ത് നമ്മൾ ആർക്കിടെക്ചർ മേഖലയിലായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തത്. നമ്മൾ ആർക്കി ടൂർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. ഒരുപാട് ദൂരേക്കുള്ള യാത്രകളൊന്നും ആവില്ല, പക്ഷെ ചെറിയ യാത്ര, വയനാട്ടിലേക്കായിരുന്നു കഴിഞ്ഞ ആ ഫസ്റ്റ് സമയത്ത് നമ്മൾ പോയിരുന്നത്. അന്നത്തെ നമ്മൾ ആർക്കി ടൂർ ആക്ച്വലി ഫസ്റ്റ് ടൂർ ചെയ്തപ്പോൾ തന്നെ ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആളുകൾ ഫീൽ ചെയ്തു. പെട്ടെന്ന് തന്നെ ആളുകൾ ഇതിലേക്ക് വരികയും ആ ഒരു ട്രിപ്പ് നമുക്ക് രസകരമാക്കാനും പറ്റി. ഇതറിഞ്ഞ കൺസ്ട്രക്ഷൻ രംഗത്തുള്ള പല മാധ്യമങ്ങളും നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. പല മാധ്യമങ്ങളും ഈ ഒരു സംഭവങ്ങൾ അറിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റോറികൾ കൊടുക്കുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ ഈ ഒരു നമ്മൾ ആർക്കി ടൂർ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മനോരമ പത്രത്തിൻ്റെ വീട് എന്ന് പറയുന്ന അവരുടെ വനിതയുടെ വീട് എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ട്. ആ വീട് എന്ന് പറയുന്ന മാഗസിൻ മെയിൻലി ഫോക്കസ്ഡ് ഓൺ കൺസ്ട്രക്ഷൻ ഫീൽഡ്. ഇവർ നമ്മളെ ഈ പോസ്റ്റർ പോയ ഉടനെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു, ഇതിൻ്റെ കംപ്ലീറ്റ് കവറേജ് ഞങ്ങൾക്ക് തരണം, ഞങ്ങൾക്ക് കംപ്ലീറ്റ് ഈ ഒരു പ്രോഗ്രാമിനെ കവർ ചെയ്യണം, ഞങ്ങളുടെ ഒരു ടീം, ഒരു ക്രൂ നിങ്ങളെ കൂടെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഞങ്ങളുടെ കൂടെ വരികയും ത്രൂ ഔട്ട് നമ്മുടെ പ്രോഗ്രാമിനെ കംപ്ലീറ്റ് ഒപ്പ് ചെയ്തതിൽ 8ഓളം പേജുകളായിട്ട് ഈ ഒരു സ്റ്റോറി അവർ വീട്ടിൽ കൊടുത്തിരുന്നു. അത് ഒരു വലിയ ഒരു വിപ്ലവം തന്നെയായിരുന്നു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഈ ഒരൊറ്റ ടൂറ് ക്രിയേറ്റ് ചെയ്തത്. അവിടെ നമ്മളോട് അതിനെ ചുവട് പിടിച്ചിട്ടാണ് നമ്മൾ ബിസിനസ് മേഖലയിലെ മുഴുവൻ ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ ടോപ്പ് ടൂർ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. ടോപ്പ് ടൂറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻഡ് വരെ കൃത്യമായി ഒരു പ്ലാനിങ് ഉണ്ടാവും. എന്തായിരിക്കും അവിടെ നടക്കുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഓരോ ഓണ്ടർപ്രണർക്കും അവിടെ വരുന്ന ഓരോരുത്തർക്കും പരസ്പരം പരിചയപ്പെടാനും അവരുടെ അനുഭവങ്ങൾ പരസ്പരം പങ്കുവെക്കാനും പുതിയ ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കാനും പുതിയ ആശയങ്ങളിൽ നിന്നും പുതിയ ഒരു ബിസിനസ് തലത്തിലേക്ക് അവർക്ക് നീങ്ങാനൊക്കെ പറ്റുന്ന ഒരുപാട് വ്യത്യസ്തരായ എക്സ്പേർട്ടുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു ഡിഫറെൻറ്റ് പ്രോഗ്രാമാണ്, ഈ ഡിഫറെൻറ്റ് യാത്രയാണ്. അതിന് ക്യാപ്ഷൻ കൊടുത്തത് തന്നെ നെറ്റ്വർക്കിംഗ് ഓൺ വീൽ എന്നാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വല്ലാത്ത വൈബാണ്. ആ വൈബിനുള്ളിൽ നടക്കുന്ന ചർച്ചകളും ആ വൈബിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന പുതിയ ആശയങ്ങളും പുതിയ കാര്യങ്ങളുമൊക്കെ പിന്നീട് അവരുടെ ലൈഫിലും അവരുടെ ബിസിനസ്സിലൊക്കെ വല്ലാതെ ഇമ്പാക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ആളുകൾ കൂടുതലായിട്ട് ടോപ്പ് ടൂർ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഒരു ആഡോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആർട്ടിക്കിൾസ് ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ പൊതുവേ യാത്ര ആളുകൾക്ക് ഇഷ്ടമാണല്ലോ. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് അവർക്ക് ഒരു മാസത്തിൽ ഒരു തവണ ഒന്ന് റിഫ്രഷ് ചെയ്യാനും അവരുടെ ബ്രെയിനിന് കുറച്ചൊരു റെസ്റ്റ് കൊടുക്കാനും ബ്രെയിനിന് കുറച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാനും അവരുടെ മനസ്സൊക്കെ ഒന്ന് ശുദ്ധിയാക്കാനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി. ഈ തവണ എനിക്ക് തോന്നുന്നു 33 മണിക്കൂർ, അങ്ങനെയല്ല നമ്മൾ പ്ലാൻ ചെയ്തത് 33 മണിക്കൂറിൽ ഒരുപാട് രസകരമായ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. തുടക്കം എന്ന നിലയിൽ എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ടോപ്പ് ടൂർ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ആളുകൾ ഇത്ര റെസ്പോൺസ് ചെയ്യാനുള്ള കാരണം എത്രത്തോളം ഒരു ബാക്ക് എൻഡ് ഓൾറെഡി ഉണ്ട്. ഈ വനിതയിലാണെങ്കിൽ പോലും മാഗസിനൊക്കെ ചെയ്ത് അപ്പൊ ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ബിസിനസ്സുകാർക്കൊക്കെ അറിയാം എന്താണ് വന്നത്. എനിക്ക് തോന്നുന്നു 2018 ആയിരിക്കും. ആ ഒരു സമയത്താണ്, കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇതേപോലെ തന്നെ ഈ ടോപ്പ് ടൂർ വരുന്നത് ബിസിനസ്സുകാർക്കിടയിലാണ്. അന്ന് ആർക്കി ടൂർ എന്നുള്ളത് ടോപ്പ് ടൂറായിട്ട് കൺവേർട്ട് ചെയ്തു ബിസിനസ്സുകാർക്കിടയിലാണ്. ബിസിനസ്സുകാർക്കിടയിൽ തന്നെ നല്ല ഇമ്പാക്ട്. ഈ ടോപ്പ് ടൂറിൽ വരുന്നവർക്ക് ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിൽക്കാറുണ്ട്. അവിടെ വരുന്ന അവർ തമ്മിൽ ഭയങ്കര ബന്ധവും അവർ തമ്മിൽ പരസ്പരം പുതിയ പുതിയ ബിസിനസ് കണക്ടിവിറ്റിയിലേക്കൊക്കെ നീങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് ആളുകളുടെ ബിസിനസ് പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഇവിടെ നിന്ന് കിട്ടിയതായിട്ട് പല ആളുകളും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തുകൊണ്ടും വളരെ വ്യത്യസ്തമായ ഫീല് നൽകാൻ ആ ഒരു ടൂറിന് ആ ഒരു കോർഡിനേഷൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റ് യാത്രകളിൽ നിന്നും വിഭിന്നമാക്കുന്നത് ഇതിനെ എന്നുള്ളതാണ്. പിന്നെ ഒരേ മൈൻഡ് സെറ്റോട് കൂടി വരുന്ന ആളുകളായിരിക്കും അവിടെ ഒരുമിച്ച് കൂടുക. അല്ലെങ്കിൽ അവർ ഏകദേശം യാത്ര ചെയ്തൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ രീതിയിലൊരു മൈൻഡ് സെറ്റിലേക്ക് അവർ മാറുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ.
അപ്പൊ എനിക്കുള്ള ഒരു ഡൗട്ടാണ് ഇപ്പൊ ഈ ടോക്ക് ടൂർ സാധാരണ പോകുന്നത് ഇപ്പൊ നോർമൽ ഇപ്പൊ പോകുന്ന ഈ ഊട്ടി വയനാട് എന്നുള്ള സ്ഥലങ്ങൾ വ്യത്യസ്തമായിട്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോയത് എനിക്ക് ഓറോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പൊ ഇപ്രാവശ്യം പോകുന്നത് ധോണിയിലെ ലീഡ് കോളേജിലോട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്കാണ് ടോക്ക് ടൂർ സംഘടിപ്പിക്കുന്നത്. അതിനുള്ള ഒരു കാരണം എന്താണ്? അത് നമ്മൾ ടോക്ക് ടൂർ നമ്മൾ പറയാറുള്ള ഒരു കോൺസെപ്റ്റ്, എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാറുണ്ട്, ഡിഫറെന്റ് സ്ഥലങ്ങൾ. പക്ഷെ നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഒരേ സമയത്ത് വിവിധ കാര്യങ്ങൾ സാധ്യമാക്കുക ഒരു യാത്ര, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷൻ അടക്കം ഇവർക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷൻ ഉൾപ്പെടുന്നത്. ആ രീതിയിൽ പ്ലാൻ ചെയ്യാനുള്ള കാരണം അതാണ്. കാരണം നമ്മൾ പോകുന്നത് ലീഡ് കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ട് സന്ദർശിക്കേണ്ട കേരളത്തിലെ ഒരു MBA ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവിടെയുള്ള സ്റ്റുഡൻസിനെ ഡീൽ ചെയ്യുന്നതാവട്ടെ, അവിടെ ആ ഒരു സ്ഥാപനം റൺ ചെയ്യുന്നതാവട്ടെ, ബിസിനസ്സുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നേരിട്ട് ഏത് സമയം വേണമെങ്കിലും ബിസിനസ്സുകാർക്ക് അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. 7/24 hours അവിടെ എന്താണ് വർക്കിംഗ് ആണ്. രാവോ പകലൊന്നും വ്യത്യാസമില്ലാത്ത രീതിയിൽ അവിടുത്തെ സ്റ്റുഡൻസ് ഫുള്ളി എൻഗേജഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഒരിക്കലും നമുക്കൊരു ക്ലാസ്സിലൂടെ പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല. ഇത് അവിടെ പോയിട്ട് ഓരോ ഓൺട്രപ്രണറും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ അത് കാണാത്ത കുറേ ആളുകളുണ്ട്. പിന്നെ അത് ഒരു കാരണമാണ് ലൊക്കേഷൻ എന്നത്. മറിച്ച് ഈ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് ഈ കോൺസെപ്റ്റുമായി അനുബന്ധമായിട്ടും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നടക്കുന്ന കുറേ ടോക്ക് ഷോകൾ, ടോക്കുകൾ, ഡിസ്കഷൻസ്, ബ്രെയിൻ സ്റ്റോമിങ്ങുകൾ, അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഇവർക്ക് സംതിങ് പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും. ലീഡ് കോളേജിനെ പറ്റി കൂടുതൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. കാരണം ഓൾമോസ്റ്റ് ലീഡ് കോളേജ് അറിയാം. കാരണം ഇപ്പൊ അടുത്താണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇപ്പൊ ഇൻഫ്ലുവൻസിങ് ആയിട്ട് വരുന്ന സ്ഥലമാണ്. ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ചാൽ തന്നെ ലീഡ് കോളേജിന്റെ പല വീഡിയോസും ഉണ്ട്. പിന്നെ ഒരു ബ്രാൻഡാണ്. അപ്പൊ അതിലേറെ ഉപരി നമ്മൾ ഒറ്റയ്ക്ക് ലീഡ് കോളേജിൽ പോകുന്ന പോലെയല്ല, നമ്മളൊരു ടീമായിട്ട് അവിടെ കൃത്യമായിട്ട് അവിടെയുള്ള ഓരോ ആളുകളോടും ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പോകുമ്പോൾ കിട്ടുന്നത് ഒരു വേറെ അനുഭവം. അവിടുത്തെ താമസം, അതെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാനും അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടാണ് ഈ ഒരു 33 മണിക്കൂർ പ്രോഗ്രാമിനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ഒരു ബിസിനസ്സുകാരെ കൊണ്ട് പോകുമ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു യാത്ര മാത്രമല്ല, അതിന് നമുക്ക് കുറച്ച് അജണ്ടാസ് ഉണ്ട്. ഈ ഇങ്ങനത്തെ ടോക്ക് ഷോസ് ആണെങ്കിലും ഇതുപോലത്തുള്ള ഒരു കണക്ടിവിറ്റി അല്ലെങ്കിൽ അജണ്ട എന്ന് പറയുന്നത് ശരിക്കും ഈ അജണ്ട ആക്ച്വലി അവർക്ക് വേണ്ടിയിട്ടുള്ള അജണ്ടയാണ്. ജസ്റ്റ് ഒരു യാത്ര പോകുന്നതിലുപരി അവർക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു അജണ്ട തീർച്ചയായും. അപ്പൊ വെറുതെ ഒരു ഇങ്ങനെ നമ്മൾ പറയും ആടങ്ങാടി പോയ പോലെ പോയി തിരിച്ചു വരുന്ന, എന്തിനു വന്നു എന്നുള്ളത് തിരിച്ചറിയാത്ത രീതിയിലൊരു യാത്രയായിരിക്കില്ല. തീർച്ചയായിട്ടും അത് സ്റ്റാർട്ടിങ് മുതൽ അത് എൻഡ് ചെയ്യുന്ന 33 മണിക്കൂർ വെൽ ഡിസൈൻഡ് ആയിട്ടുള്ളതാണ്. അതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ആളുകൾ കൂടുതൽ ചോദിക്കുന്നത് ഇതില് എന്താ പറയാ 50 പേര് ബിസിനസ്സേഴ്സ് ആയിരിക്കും, ഫാമിലി ആയിട്ട് വരാൻ പറ്റുമോ, ഗസ്റ്റുകൾ ഉണ്ടോ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരാറുണ്ട്. മെജോറിറ്റി ഓഫ് ആളുകളും 99% ആളുകളും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. എല്ലാവരും ബിസിനസ്സുകാരാണെന്ന് പറയാൻ പറ്റില്ല. ചില ആളുകൾ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം നമ്മളൊക്കെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. കൺസൾട്ടന്റുമാരുണ്ടാവാം, ബിസിനസ്സിന്റെ എക്സ്പേർട്ടായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ടാവും, പുതിയ ആശയങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും, പുതിയ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവാം. അങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളായിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പ് പറയാം, എല്ലാവരും ഒരേ വൈബിലായിരിക്കും, ഒരേ ഫ്രീക്വൻസിയിലായിരിക്കും. അതാണ്. പിന്നെ ഫാമിലിക്കും വരാം. പക്ഷെ ഫാമിലിക്ക് വരുമ്പോൾ അതിൻ്റെതായ ചില കാര്യങ്ങൾ കൂടി അതിൻ്റെ കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെ, കാരണം അവരും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട്, കാരണം നമ്മളൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇതിൽ വരുന്നത്. കൂടുതലും ബിസിനസ് അല്ലെങ്കിൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഫാമിലിയുടേതായ ഒരു ആ രീതിയിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നൊരു ഫാമിലി അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറൊക്കെ ആണെങ്കിൽ അങ്ങനെ വരാറുണ്ട്. നമ്മളെ എല്ലാ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ചില പിന്നെ ആ രീതിയിൽ സപ്പോർട്ട്, ആ രീതിയിൽ കാണാൻ കഴിയുന്ന പിന്നെ പാർട്ട്നേഴ്സ് ഒക്കെ ആണെങ്കിൽ നോ ഇഷ്യൂ. നമ്മളെല്ലാ യാത്രകളിലും 1, 2, 3 ഫാമിലികൾക്ക് ഉണ്ടാവാറുണ്ട്. അത് വിത്ത് കണ്ടീഷൻ അത് തന്നെ പറയും, ഇതാണ് അവിടെ നടക്കുക, നമ്മൾ ഇന്നത് അവിടെ കിട്ടും അല്ലെങ്കിൽ അവിടെ ഈ രീതിയിലാവുമെന്ന് സാധാരണ രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ അവിടെ ഉണ്ടായിക്കോണമെന്നില്ല. മറിച്ച് ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇപ്പോൾ അക്കോമഡേഷൻ ആവട്ടെ, ഫുഡ് ആവട്ടെ, സാധാരണഗതിയിലുള്ളതിനും ഒരു വ്യത്യാസം അവിടെ ഉണ്ടാവും. അതാണ് ടോക്ക് ടൂർ എന്നുള്ളതിൻ്റെ ഒരു മൊത്തത്തിൽ ഒരു കാര്യങ്ങൾ. പിന്നെ കൂടുതൽ കാര്യങ്ങളുണ്ട് നമുക്ക്.